ന്യൂനപക്ഷ അജണ്ടകൾ നടപ്പാക്കാൻ UDF മന്ത്രിസഭയിൽ സമ്മർദ്ദം ശക്തമാക്കാനൊരുങ്ങി മുസ്ലിം ലീഗ്. മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചാണ് UDF മന്ത്രിസഭയിൽ സമ്മർദ്ദം ശക്തമാക്കുക. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശന് പകരം KC വേണുഗോപാലിനെ പിന്തുണച്ച കോൺഗ്രസ് MLA-മാരെ ബഹിഷ്കരിക്കാനാണ് മുസ്ലിം ലീഗിന്റെ നീക്കം. ശിവദാസാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നത്. ശിവദാസ്, എന്തായാലും വരുന്ന 5 വർഷം ജിഹാദികൾ കേരളത്തിൽ അഴിഞ്ഞാടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മലപ്പുറത്തുനിന്നും കോഴിക്കോട്ടുനിന്നും ഒക്കെ അത്തരം ധാരാളം ദൃശ്യങ്ങൾ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ലീഗ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കൃത്യമായ മുസ്ലിം സ്വാധീനമുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സർക്കാരിനെ രൂപപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണോ ആദ്യഘട്ടത്തിൽ തന്നെ ലീഗ് നടത്തുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം മുസ്ലിങ്ങൾക്ക് അനുകൂലമായ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സർക്കാരിനെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ കാല ചരിത്രത്തിലും അങ്ങനെ തന്നെയാണ്. UDF അധികാരത്തിൽ വരുമ്പോൾ കൃത്യമായി തന്നെ ന്യൂനപക്ഷ പ്രീണനം നടപ്പാക്കാറുണ്ട്. LDF സർക്കാരാണെങ്കിലും അത്തരത്തിൽ കൃത്യമായി തന്നെ ന്യൂനപക്ഷ പ്രീണനം നടപ്പാക്കാറുണ്ട്. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവിടെ കൃത്യമായി തന്നെ ന്യൂനപക്ഷ അജണ്ടകൾ നടപ്പാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. അതായത് മറ്റ് മത മൗലികവാദ സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി, STPI പോലുള്ള മത ഭീകരവാദ തീവ്രവാദ സംഘടനകൾ അത് കൃത്യമായി തന്നെ മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടോടുകൂടി ഇതിനെ കൃത്യമായി തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലബാർ ജില്ലകളിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ അനുയോജ്യൻ VD സതീശൻ മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് VD സതീശനെ പിന്തുണയ്ക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആകുന്നതിന് വേണ്ടി VD സതീശനാണ് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ലീഗ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിനെ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന കോൺഗ്രസിൻ്റെ MLA-മാരെ ബഹിഷ്കരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലും മുസ്ലിം ലീഗ് എത്തിയിട്ടുണ്ട്. അതായത് പല ഇടങ്ങളിലും KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് ചില MLA-മാർ രംഗത്ത് വന്നിരുന്നു. ഈ മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നത് അവരുടെയൊക്കെ വിജയം മുസ്ലിം ലീഗിൻ്റെ കൂടി കഴിവ് കൊണ്ടാണ്, അവരുടെ ശക്തി കൊണ്ടാണ്. പ്രത്യേകിച്ച് മലബാർ ജില്ലകളിൽ K ജയന്ത് പോലുള്ള കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ MLA-ആയി വിജയിച്ച വ്യക്തിയാണ് K ജയന്ത്. അതുപോലുള്ള KC വേണുഗോപാൽ അനുകൂലിയായിട്ടുള്ള ചില വ്യക്തികൾ അവരുടെ ഒക്കെ ശക്തി അല്ലെങ്കിൽ അവരുടെയൊക്കെ പിൻബലം മുസ്ലിം ലീഗിൻ്റെ കൂടി പിൻബലം കൂടിയായിരുന്നു. അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ കൂടി ഇടപെടലിലും അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ചില MLA-മാർ ഉണ്ടായത്. അവർ ഈ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം MLA-മാരെ കൃത്യമായി തന്നെ ബഹിഷ്കരിക്കും എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പറയുന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ വണ്ടൂരിലുള്ള MLA KC AP അനിൽകുമാർ, അദ്ദേഹത്തെ ബഹിഷ്കരിക്കും. ഇങ്ങനെ ചില MLA-മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗ് ബഹിഷ്കരണത്തിന് ഒരുങ്ങുന്നത്. അതിനു പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, കൃത്യമായ ഒരു അജണ്ട ഉണ്ട്. കൃത്യമായി UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമാക്കി അവർ സ്വാഭാവികമായും അവർ പ്രവർത്തിക്കും. അതിനെ കൃത്യമായി തന്നെ ചുക്കാൻ പിടിക്കുന്നത് മുസ്ലിം ലീഗാവും. മുസ്ലിങ്ങളുടെ അജണ്ട അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അജണ്ട അത് നടപ്പാക്കുക മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലായിരിക്കും. അതിന് കരുത്തു പകരുക എന്നുള്ളതാണ് ഈ UDF മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രധാന ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതും VD സതീശനെ അവർ അനുകൂലിക്കുന്നത്. ശിവദാസ്, എന്തായാലും മുസ്ലിം ലീഗ് തുടക്കത്തിൽ തന്നെ പിടിമുറുക്കുകയാണ്. KC വേണുഗോപാലിനെ അനുകൂലിച്ച MLA-മാരെ ബഹിഷ്കരിക്കാൻ മുസ്ലിം ലീഗ് ഇതിനകം തന്നെ ശ്രമം ആരംഭിച്ചിരിക്കുന്നു. VD സതീശൻ മുഖ്യമന്ത്രിയാക്കണമെന്ന താല്പര്യം മുസ്ലിം ലീഗിനും കേരളത്തിലെ മറ്റ് മുസ്ലിം ഗ്രൂപ്പുകൾക്കുമുണ്ട്, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക്. അപ്പോൾ സ്വാഭാവികമായും മറ്റ് കോൺഗ്രസ് നേതാക്കളെ പിന്തുണയ്ക്കുന്ന MLA-മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് മന്ത്രിസഭയ്ക്കകത്ത് ഉൾപ്പെടെ സമ്മർദ്ദം ശക്തമാക്കാനാണ് ലീഗിന്റെ തീരുമാനം. ശിവദാസ് കന്മനമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.